നമ്മൾ എടുക്കാൻ പോകുന്നതാണ് സ്റ്റോറേജ് ക്ലാസ്സസ്. ഈ സ്റ്റോറേജ് ക്ലാസ്സസ് നാല് കീവേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ് ക്ലാസ് 4 തരത്തിലാണ് ഈ സ്റ്റോറേജ് ക്ലാസ്സസ് ഉള്ളത്. അത് എന്തിനെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഓട്ടോമാറ്റിക്, സെക്കൻഡ് വൺ രജിസ്റ്റർ, തേർഡ് വൺ സ്റ്റാറ്റിക്, ഫോർത്ത് വൺ എക്സ്റ്റേണൽ. ഇങ്ങനെ ഈ സ്റ്റോറേജ് ക്ലാസ്സസ് 4 വിധത്തിലുള്ളത്. ഈ സ്റ്റോറേജ് ക്ലാസ്സസ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റോറേജ് ക്ലാസ്സസ് നമ്മൾ ഒരു വാരിയബിളിൻ്റെയാണ് ഇത് പറയുന്നത്. ഒരു വാരിയബിളിനാണ് ഈ 4 വിധത്തിൽ സ്റ്റോറേജ് ക്ലാസ്സസ് ഉള്ളത്. നമ്മളെപ്പോഴും ഒരു പൊതുവായിട്ട് എന്താ പറയുക, ഒരു സ്റ്റോറേജ് ക്ലാസ്സസ് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു വാരിയബിളിന് നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ അത് 4 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതായത് ആ വാരിയബിൾ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, അതേപോലെ അതിൻ്റെ ഡിഫോൾട്ട് ഇനീഷ്യൽ വാല്യൂ എന്തായിരിക്കും, ദെൻ തേർഡ് വൺ ആണ് അതിൻ്റെ സ്കോപ്പ് എന്താണ്, ഫോർത്ത് വൺ അതിൻ്റെ ലൈഫ് ടൈം. ഒരു സ്റ്റോറേജ് ക്ലാസ് സ്പെസിഫൈ ചെയ്യുന്നത് ഈ 4 കാര്യങ്ങളാണ്. നമ്മൾ ഇതിലിപ്പോൾ ഏതെങ്കിലും ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓരോ കാറ്റഗറി ആയിട്ട് വരും. അതായത് ഓട്ടോമാറ്റിക്, ഒരു വാരിയബിൾ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് ആ വാരിയബിൾ ഇവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യുക. അതിൻ്റെ ഡിഫാൾട്ട് ഇനീഷ്യൽ വാല്യൂ ഇതായിരിക്കും, സ്കോപ്പ് ഇതാണ്, അതിൻ്റെ ലൈഫ് ടൈം ഇത്രയാണ്. ഇനിയിപ്പോൾ രജിസ്റ്റർ വാരിയബിൾ ആണ്, ഒരു വാരിയബിൾ രജിസ്റ്റർ വാരിയബിൾ ആണെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ആ വാരിയബിൾ എവിടെ ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക, അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ എന്തായിരിക്കും, അതിൻ്റെ സ്കോപ്പ് എന്താണ്, അതിൻ്റെ ലൈഫ് ടൈം എന്താണ്, ഇതൊക്കെയാണ് വരുന്നത്. ഓരോ സ്റ്റോറേജ് ക്ലാസ്സിനും വ്യത്യാസമാണ് ഇതെല്ലാം. ഇതിൽ നമ്മൾ ഫസ്റ്റ് ഇത് കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി യൂസ് ചെയ്യുന്ന കീവേഡ് ഓട്ടോ എന്നാണ്. നമ്മളൊരു സ്റ്റോറേജ് ക്ലാസ്സും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റോറേജ് ക്ലാസ്സിലാണ് അണ്ടറിലാണ് ആ വാരിയബിൾ വരുന്നത്. നമ്മൾ ഡാറ്റ ടൈപ്പ് മാത്രമേ കൊടുക്കാറുള്ളൂ. പക്ഷേ അവിടെ ഒരു സ്റ്റോറേജ് ക്ലാസ് അതിന് വരുന്നുണ്ട്. ഓരോ വാരിയബിളിനും ഓരോ സ്റ്റോറേജ് ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ സ്റ്റോറേജ് ക്ലാസ് ആയിട്ട് മാറും. ഓക്കെ. അപ്പോൾ ഈ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ്സിൽ പറയുന്നത് ഇതിൻ്റെ സ്റ്റോർ ചെയ്യുന്ന വാരിയബിൾ സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് സാധാരണ ഏതെങ്കിലും ഒരു മെമ്മറിയിലായിരിക്കും. റാമാണ് ഉദ്ദേശിക്കുന്നത്, ഏതെങ്കിലും എവിടെയാണോ നമ്മുടെ പ്രൈമറി മെമ്മറിയാണോ ഉദ്ദേശിക്കുന്നത് അവിടെ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും ആ വാരിയബിൾ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ഒരു വാരിയബിളിനെ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ്സിലേക്ക് ആയിട്ട് ഒരു വാരിയബിളിന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെവിടെയായിരിക്കും, ഏതെങ്കിലും മെമ്മറി ലൊക്കേഷനിലായിരിക്കും ആ വാരിയബിൾ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് സാധാരണ പോലെ തന്നെ ഏത് ബ്ലോക്കിലാണോ അല്ലെങ്കിൽ ഏതൊരു ഫംഗ്ഷനിലാണോ നമ്മൾ അത് ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ബ്ലോക്കിൻ്റെ ഉള്ളിലാണോ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ സ്കോപ്പ് വരുന്നത്. ദെൻ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗാർബേജ് വാല്യൂയോ ഏതെങ്കിലും നമുക്ക് പറയാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ ഫംഗ്ഷനിലാണോ അത് ഡിക്ലെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് ഏത് ബ്ലോക്കിലാണോ അത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആ ബ്ലോക്ക് എൻഡ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ലൈഫ് ടൈമും കഴിയുന്നു. സാധാരണ ഇപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന വാരിയബിൾസ് ഒക്കെ നമ്മൾ ഇതുവരെ നമ്മൾ ചെയ്തിരിക്കുന്ന ഇതൊക്കെ എന്താണ്, ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ്സിൽ വരുന്ന വാരിയബിൾസ്. നമ്മൾ വേറൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം ചെയ്തിട്ടില്ല, നമ്മൾ സ്റ്റാറ്റിക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ സ്റ്റാറ്റിക്കിൻ്റെ നമുക്കറിയാം, സ്റ്റാറ്റിക് ഒരു വാരിയബിളിനെ സ്റ്റാറ്റിക് ആക്കി മാറ്റിയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതേപോലെ ഈ ഓട്ടോ വരുന്നത് ഇത്രയാണ് സാധാരണ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഇതും ഓട്ടോമാറ്റിക്കിൻ്റെ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ്സിൽ വരുന്നതാണ്. ജനറലായിട്ട് നമ്മൾ ചെയ്തില്ല. സ്റ്റാറ്റിക്കിനെ അപേക്ഷിച്ച് നമ്മൾ സ്റ്റാറ്റിക് വേറെ എക്സെപ്ഷൻ വേറെ കേസാണ്, അതൊരു സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഒരു സ്റ്റാറ്റിക് വേരിയബിൾ. അതല്ലാതെ നമ്മൾ ചെയ്തിരിക്കുന്ന വേരിയബിൾസ് ഒക്കെ ഏതിലാണ് വരുന്നത്? ഓട്ടോമാറ്റിക് സ്റ്റോറേജ് ക്ലാസ്സിലെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് രജിസ്റ്റർ. രജിസ്റ്റർ അതിന് യൂസ് ചെയ്യുന്ന ഒരു വാരിയബിളിനെ നമ്മൾ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്സിൻ്റെ അണ്ടറിലേക്ക് ആക്കുമ്പോൾ അതിന് വരുന്നത് യൂസ് ചെയ്യുന്ന കീവേഡ് രജിസ്റ്റർ എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ രജിസ്റ്റർ ഇൻറ്റു ഐ, ഇങ്ങനെയാണ് നമ്മൾ ഒരു വാരിയബിളിനെ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്സിലേക്ക് അണ്ടറിലാക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നമ്മുടെ മെമ്മറി ഹയറാർക്കി നമുക്കൊന്ന് പരിചയപ്പെടാം. നമുക്ക് ഇതൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ രജിസ്റ്റർ എന്നൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ കമ്പ്യൂട്ടറിൽ ആദ്യം എന്തുണ്ട്? ഒരു പ്രോസസ്സർ ഉണ്ടല്ലേ. ദെൻ മെമ്മറി യൂണിറ്റും ഉണ്ട്. ഈ മെമ്മറി യൂണിറ്റ് തന്നെ പലതരം ഹയറാർക്കി ആയിട്ടാണ്. അതിൻ്റെ സ്പീഡിനനുസരിച്ച് പലതരം ഹയറാർക്കിയാണ്. അപ്പോൾ ഏറ്റവും ആ ഹയറാർക്കി ഇങ്ങനെയാണ് ആ ഹയറാർക്കി വരുന്നത്. അതിലെ ഹയറാർക്കിയിൽ ഇവിടെ വരുന്നതാണ് രജിസ്റ്റേഴ്സ്. ഇത് നമ്മുടെ മെമ്മറി യൂണിറ്റിന്റെ ഹയറാർക്കിയാണ് ഞാൻ പറയുന്നത്, രജിസ്റ്റേഴ്സ്. ദെൻ ക്യാഷ് മെമ്മറി, ദെൻ പ്രൈമറി മെമ്മറി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ റാം, പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ റാം. ദെൻ സെക്കൻഡറി മെമ്മറി. ഇങ്ങനെയാണ് ആ മെമ്മറിന്റെ ഹയറാർക്കി വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പീഡ് കൂടുന്നത് രജിസ്റ്റേഴ്സിലാണ്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ചെറിയ ചെറിയ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 ബൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ 4 ബൈറ്റ് ഒക്കെ ആയിരിക്കും ഓരോ രജിസ്റ്ററിൻ്റെയും സൈസ്. രജിസ്റ്റേഴ്സ് ചിലപ്പോൾ ഒരു പ്രോസസ്സറിൽ ചിലപ്പം 16 രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ 32 രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ 64 രജിസ്റ്റേഴ്സ്. എന്തായാലും രജിസ്റ്റേഴ്സിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ രജിസ്റ്ററിനും ഓരോ 2 ബൈറ്റോ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ മെമ്മറി ലൊക്കേഷനാണ്. ചിലപ്പോൾ ഒരു 2 ബൈറ്റ് മെമ്മറി ലൊക്കേഷൻ, അങ്ങനെ സ്മോൾ ആയിട്ട് വരുന്ന കുറച്ച് മെമ്മറി ലൊക്കേഷൻ, മെമ്മറി യൂണിറ്റ് ആണ് എന്ത് പറയുന്നത്, ഒരു രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഏറ്റവും പ്രോസസ്സറിന് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും രജിസ്റ്റേഴ്സ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ക്യാഷ് മെമ്മറി വരുന്നത്. ക്യാഷ് മെമ്മറി എന്ന് പറയുമ്പോൾ വീണ്ടും കുറച്ചും കൂടെ സൈസ് കൂടും. ക്യാഷ് മെമ്മറി രജിസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് ക്യാഷ് മെമ്മറിക്ക് സൈസ് കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ ഫാസ്റ്റ് ആക്സസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. കുറച്ച് ചിലപ്പോൾ ഈ ക്യാഷ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ക്യാഷിനൊക്കെ ചിലപ്പോൾ കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സറിന് ഫാസ്റ്റ് ആക്സസിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ക്യാഷ് മെമ്മറിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈമറി മെമ്മറിയിൽ നിന്നുള്ള കുറച്ച് ഡാറ്റ ഒക്കെ എന്ത് ചെയ്യും, ക്യാഷ് മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യും ഫാസ്റ്റ് ആക്സസിങ്ങിന് വേണ്ടി. അതിൻ്റെ സൈസ് പ്രൈമറി മെമ്മറിനേക്കാൾ അപേക്ഷിച്ച് കുറവാണ്, റാമിനൊക്കെ അപേക്ഷിച്ച് കുറവാണ്. പിന്നെ വരുന്നതാണ് പ്രൈമറി മെമ്മറി. അത് വീണ്ടും സൈസ് കൂടുതലാണ്. പിന്നെ സൈസ് കൂടുതലാണ്, കുറച്ചും കൂടെ ക്യാഷ് മെമ്മറിനെ രജിസ്റ്റേഴ്സിനൊക്കെ അപേക്ഷിച്ചിട്ട് കുറച്ച് സ്ലോവറാണ്. ദെൻ വരുന്നതാണ് ഏറ്റവും കൂടുതൽ സൈസുള്ള സെക്കൻഡറി മെമ്മറി ഒക്കെ വരുന്നത്. അപ്പോൾ അത് കുറച്ച് ആക്സസിങ് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ മെമ്മറി ഹയറാർക്കി വരുന്നത്. നമ്മളെ പ്രോസസ്സറിൽ ഡയറക്റ്റായിട്ട് എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് രജിസ്റ്റേഴ്സ് ആണ്, ഫാസ്റ്റ് ആക്സസിങ് ആണ് വരുന്നത്. ദെൻ ക്യാഷ് മെമ്മറി, ഓക്കെ, ദെൻ പ്രൈമറി മെമ്മറി, ദെൻ സെക്കൻഡറി മെമ്മറി. അങ്ങനെയാണ് അതിൻ്റെ സ്പീഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് വരുന്നത് ഏതിലാണ്? രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യുമ്പോഴാണ്. പക്ഷേ രജിസ്റ്റേഴ്സിൻ്റെ സൈസ് ആണെങ്കിൽ വളരെ കുറവാണ്.
അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് എപ്പോഴും പെട്ടെന്ന് ആവശ്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇപ്പോൾ ഒരു വാരിയബിൾ നമ്മളിങ്ങനെ നമ്മുടെ പ്രോസസ്സറിന് എപ്പോഴും ആവശ്യമായിട്ട് വരികയാണ്. അങ്ങനത്തെ വാരിയബിൾസിനൊക്കെയാണ് നമ്മൾ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് ഒരു വാരിയബിളിനെ രജിസ്റ്റർ വാരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെ രജിസ്റ്റർ വാരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ വാരിയബിൾ സ്റ്റോർ ചെയ്യുന്നത് ഏതെങ്കിലും രജിസ്റ്ററിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ എന്താണ് നമ്മുടെ പ്രോസസ്സറിൽ എത്ര രജിസ്റ്റേഴ്സ് ആണോ ഉള്ളത്, രജിസ്റ്റേഴ്സിൻ്റെ എണ്ണം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അത്ര രജിസ്റ്റേഴ്സേ ഉണ്ടാവുള്ളൂ നമുക്ക് എപ്പോഴും. അപ്പോൾ അത് ആ രജിസ്റ്റേഴ്സിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ഈ വാരിയബിൾ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പ്രോസസ്സറിന് ഫാസ്റ്റ് ആയിട്ട് അത് ആക്സസ് ചെയ്യാൻ കഴിയും. നമ്മൾ രജിസ്റ്റർ എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ വരുന്നത് നമ്മൾ ഏതെങ്കിലും ഗാർബേജ് വാല്യൂ ഒക്കെ തന്നെയാണ്. സ്കോപ്പ് ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ അസൈൻ ചെയ്തില്ലെങ്കിലാണ് ഗാർബേജ് വാല്യൂ വരുന്നത്. അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ വരും. പിന്നെ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്ത അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്ത ബ്ലോക്കിൻ്റെ ഉള്ളിലുള്ള ആണ് അതിൻ്റെ സ്കോപ്പ് വരുന്നത്. ഏത് ബ്ലോക്കിൻ്റെ ഉള്ളിലാണോ നമ്മളത് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് അതിൻ്റെ സ്കോപ്പ്. പിന്നെ അപ്പം ഇത്രയാണ് രജിസ്റ്ററിനെ പറ്റി പറയാം. രജിസ്റ്ററിന് നമ്മൾ സാധാരണ ഫോർ ലൂപ്പിലൊക്കെ നമ്മൾ ഇൻറ്റ് ഐ ഇസ് ഈക്വൽ ടു 0 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ ഫോർ ലൂപ്പ് ഒക്കെ കൊടുക്കാറുണ്ട് അല്ലേ. ഫോർ I is equal to 0, I less than or equal to 100, I plus plus. ഇവിടെ നിങ്ങൾക്ക് നോക്കുക, ഈ വാരിയബിള് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിപ്പോൾ ഒരു 100 പ്രാവശ്യം ഈ വാരിയബിളിനെ നമുക്ക് ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. ഈ ഐ എന്ന് പറയുന്ന വാരിയബിളിന് നമുക്ക് 100 പ്രാവശ്യം ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇത് ലൂപ്പ് വാരിയബിൾ ആണല്ലോ, നമ്മൾ കൗണ്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വാരിയബിൾ ആണ്. അതുകൊണ്ട് തന്നെ അത് 100 പ്രാവശ്യം ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം നമുക്ക് അതിന് എന്ത് ചെയ്യാം, രജിസ്റ്റർ ക്ലാസ്സിലേക്ക് രജിസ്റ്ററായിട്ട് നമുക്കതിന് ഡിക്ലെയർ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന് പ്രോസസ്സറിന് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ അതിനെ ആക്സസ് ചെയ്യാൻ കഴിയും. എന്നിട്ട് ഇൻക്രിമെന്റ്, അതായത് നമ്മുടെ പ്രോഗ്രാമിന്റെ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ് ഈ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് എല്ലാ വാരിയബിളിനെയും നമ്മൾ രജിസ്റ്റർ ആക്കിയിട്ട് മാറ്റും ചെയ്യരുത്, രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്സിലേക്ക് ആക്കും ചെയ്യരുത്. അതെന്താ കാരണം, നമ്മുടെ രജിസ്റ്റേഴ്സ് വളരെ കുറവാണ്. അതേപോലെ നമ്മൾ ഒരുപാട് വാരിയബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തം രജിസ്റ്റർ ആക്കി എന്ത് ചെയ്യും, വീണ്ടും നമ്മുടെ പ്രോഗ്രാം സ്ലോ ആവും. അതുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വളരെ അത്യാവശ്യം നമുക്ക് ഒരുപാട് യൂസ് ചെയ്യുന്ന വാരിയബിൾസ് ഒക്കെ മാത്രം നമുക്ക് രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ്സിലേക്ക് മാറ്റാം. ഇതിൽ വരുന്നതാണ് സ്റ്റാറ്റിക്കിനെ കുറിച്ച് ഞാൻ ഇതിൽ പറയുന്നില്ല, നമ്മളിതെല്ലാം അതിന് മുന്നേ എടുത്തിട്ടുള്ളതാണ്. സ്റ്റാറ്റിക് എന്താണ് വരുന്നത്, സ്റ്റാറ്റിക് സ്റ്റോർ ചെയ്യുന്നത് ഒരു മെമ്മറി ലൊക്കേഷനിൽ തന്നെയാണ്. മെമ്മറി ലൊക്കേഷനാണ് സ്റ്റാറ്റിക് വാരിയബിൾ. നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് സ്റ്റാറ്റിക് എന്നാണ്. ഏതെങ്കിലും ഒരു റാമിൽ തന്നെയാണ് നമ്മുടെ സ്റ്റാറ്റിക് വാരിയബിൾ സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, സ്കോപ്പ് എന്താണ്, ബിറ്റ്വീൻ ദ ഫങ്ഷൻസ് കോൾസ് അല്ലേ, ബിറ്റ്വീൻ ദ ഫങ്ഷൻ കോൾസ്. അതിൻ്റെ സ്കോപ്പ് ഒരു ഫങ്ഷൻ, ഞാനതിനെ പറ്റി പറയുന്നില്ല, നമ്മളത് നേരത്തെ അത് ഡിസ്കസ് ചെയ്തതാണ്. സോ പിന്നെ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ സ്റ്റാറ്റിക് വാരിയബിളിനെ പറ്റിയിട്ട്, സ്റ്റോറേജ് ക്ലാസ്സിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല, നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത് വരുന്നതാണ് എക്സ്റ്റേണൽ സ്റ്റോറേജ് ക്ലാസ്. ഈ എക്സ്റ്റേണൽ സ്റ്റോറേജ് ക്ലാസ് ആണ് ഇതിൻ്റെ ഒരു വാരിയബിളിന് നമ്മൾ ഗ്ലോബൽ സ്കോപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതിനെ എക്സ്റ്റേണൽ ആയിട്ട് ഡിഫൈൻ ചെയ്താൽ മതി. അതായത് നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യാണ്. ആ പ്രൊജക്റ്റിൽ നിങ്ങൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒറ്റ ഫയൽ വെച്ചിട്ടുള്ള പ്രോഗ്രാമാണ്. ഇങ്ങനെ അല്ലാണ്ട് ഒരു വലിയ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് ഫയൽസ് ഉണ്ടാവും, സീൻ്റെ ഫയൽസ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു വാരിയബിള് നമ്മുടെ എല്ലാ ഫയൽസിലും യൂസ് ചെയ്യണം നമുക്ക്.
നമ്മൾ ആ പ്രൊജക്റ്റിലുള്ള എല്ലാ ഫയൽസിലും നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, എക്സ്റ്റേണൽ ആയിട്ട് ഡിഫൈൻ ചെയ്താൽ മതി. എക്സ്റ്റേണൽ ഉള്ള കീവേഡാണ് അതിന് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഗ്ലോബൽ സ്കോപ്പാണ്. നമുക്ക് എവിടെയാണോ അത് ഡിക്ലെയർ ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് എന്താണ് ഒരു പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ കുറേ മൾട്ടിപ്പിൾ ഫയൽസിൽ വരെ ഇതിനെ ആക്സസ് ചെയ്യാൻ കഴിയും. ദെൻ അതിൻ്റെ ഇനീഷ്യൽ വാല്യൂ. ഇവിടെ ഒരു സംഭവമുണ്ട്. നമ്മൾ ഈ ഗ്ലോബൽ വാരിയബിളിനെ എക്സ്റ്റേൺ വെച്ചിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന അവസരത്തിൽ അത് പിന്നെ അതിനൊരു ഇനീഷ്യൽ വാല്യൂ ഉണ്ടാവില്ല. ഓക്കെ, അത് റെഫർ ചെയ്യാണ് ചെയ്യുന്നത്. എക്സ്റ്റേൺ ഐ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളിപ്പോൾ ഒരു ഫയലിൽ നമ്മൾ എക്സ്റ്റേൺ ഐ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഐ വേറെ എവിടെയോ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെന്നാണ് അർത്ഥം. വേറെ എവിടെയോ ഏതോ ഒരു ഫയലിൽ നമ്മൾ ഇൻഡ് ഐ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഗ്ലോബൽ സ്കോപ്പിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനെ റെഫർ ചെയ്യാനാണ് നമ്മൾ എക്സ്റ്റേൺ ഐ എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇൻഡ് ഐ = 48 എന്ന് നമ്മൾ വേറൊരു ഫയലിൽ നമ്മൾ ഐ എന്ന് പറയുന്ന വാരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് എക്സ്റ്റേൺ ഐ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ വാരിയബിളിനെ ഇങ്ങോട്ട് റെഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ 4 സ്റ്റോറേജ് ക്ലാസ്സസ് വരുന്നത്. അപ്പം ഞാനതിൽ നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾസ് നോക്കാം, പ്രോഗ്രാംസ് ഒക്കെ നോക്കാം. ഇതിലിപ്പോ ഞാൻ ചെയ്യുന്നത്, നമുക്കിപ്പോ സ്റ്റാറ്റിക്കിന്റെ ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ബാക്കിയുള്ളതൊന്നും ചെയ്ത് നോക്കാം. ബാക്കിയുള്ള 3 ചെയ്യാനൊന്നുമില്ല, ഓട്ടോമാറ്റിക് ഒന്നും ചെയ്യാനില്ല. നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഞാൻ എക്സ്റ്റേൺ ആണ് നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ. ഇപ്പോൾ ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോ എന്നുള്ള കീവേഡ് വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഇതിൻ്റെ നോക്കുക. ഈ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഏത് ബ്ലോക്കിലാണോ ആ ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ആ ഒരു ബ്ലോക്കിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ വരുന്നത്. Then we can print it. ഇവിടെ ഇപ്പോൾ ഈ ഓട്ടോ ഇവിടെ ഇപ്പോൾ ഐ എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക്, നമ്മളിപ്പോൾ ഒന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിലും അത് ഓട്ടോമാറ്റിക് എന്നുള്ള സ്റ്റോറേജിന്റെ ക്ലാസിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അതൊരു ഓട്ടോമാറ്റിക് ആണ്, അതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യുന്നില്ല. ദെൻ നമ്മൾ രജിസ്റ്റർ, ഇവിടെ നമ്മൾ ഒരു ഫോർ ലൂപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഈ രജിസ്റ്റർ ലൂപ്പ് കൗണ്ടിങ് ഒക്കെ വരുന്നുണ്ടെന്നെങ്കിലാണ് നമ്മൾ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. I is equal to 0, I less than or equal to 2. ഇതിലിപ്പോ എന്താ സംഭവിക്കുന്നത്, ഇപ്പൊ ഇവിടെ ഈ ഐ നമ്മളിപ്പോ ഇവിടെ രജിസ്റ്റർ സ്റ്റോറേജ് ക്ലാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാൻ റീസൺ എന്താണ്,
കാരണം ഇതൊരു ലൂപ്പാണ്, കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഐ ഇങ്ങനെ ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ? അപ്പം അത് നമുക്ക് ഫാസ്റ്റായിട്ട് ആ ലൂപ്പ് ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആ ഐനെ പ്രോസസ്സറിന് ഏറ്റവും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ കൊടുത്തത്? രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു കീബോർഡ് കൂടെ അതിനോട് കൂടി കൊടുത്തു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും അതിൻ്റെ ഇതറിയാൻ പറ്റില്ല. ഫാസ്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. നമ്മൾ വലിയ ലാർജ് പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോഴാണ് സ്പീഡൊക്കെ ഒരു മാറ്ററായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോഴാണ് ഈ സ്റ്റോറേജ് ഗ്ലാസിൻ്റെ ഒക്കെ ആക്ച്വൽ യൂസ് വരുന്നത്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ മറ്റേ എക്സ്റ്റേണിൻ്റെ ഒരു ഇത് പറയുകയാണെന്ന്, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു പ്രൊജക്റ്റ് എടുക്കുകയാണ്. ഇപ്പം സാധാരണ നമ്മളൊക്കെ ചെയ്യുന്നത് ഒരു സിംഗിൾ ഫയലാണ്. ഇവിടെ പ്രൊജക്റ്റിൽ പറയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് ഇത് കണ്ടോ? ഇതിലിപ്പോൾ ഓൾറെഡി ഒരു മെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ വരും. നമുക്കിതിൽ അഡീഷണൽ ഫയലൊക്കെ ആഡ് ചെയ്യാൻ കഴിയും. അഡീഷണൽ ഫയൽ ജസ്റ്റ് അങ്ങനെ പറഞ്ഞിട്ട് സേവ് ചെയ്യണം. അഡീഷണൽ .c. ഇതാണ് നമ്മുടെ മെയിൻ. ഈ പ്രൊജക്റ്റിൽ നമ്മുടെ മെയിൻ ഫയൽ ഇതാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിലൊരൊറ്റ മെയിനേ പാടുള്ളൂ. ഓക്കെ, ഒരു മെയിൻ ഫയൽ, ഒരൊറ്റ ഫയലിലെ മെയിൻ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതിലും വീണ്ടും നമുക്ക് മെയിൻ കൊടുക്കാൻ കഴിയില്ല. ഇതിലൊക്കെ നമുക്ക് ഫങ്ഷൻസ് ഒക്കെ ആഡ് ചെയ്യാന്നല്ലാണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടു, ഈ പ്രൊജക്റ്റിൽ 2 ഫയലുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഒരു std ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്യിക്കാം നമ്മുടെ അഡീഷണൽ ഫയൽ. ദെൻ ഞാനിവിടെ ഒരു വാരിയബിള് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഈ ഫയലിൽ. ദെൻ ആ വാരിയബിള് ഞാനിവിടെ പ്രിന്റ് ചെയ്യിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഞാനിവിടെ എക്സ്റ്റേൺ ഞാൻ അതിനെ റെഫർ ചെയ്യണം നമ്മുടെ ഇതിലോട്ട്. സോ ഐ എം ട്രൈങ് ടു പ്രിന്റ് ഇറ്റ്. ഞാനതിവിടെ പ്രിന്റ് ചെയ്യിക്കുകയാണ്. ജസ്റ്റ് നമുക്കത് റെഫർ ചെയ്യുന്നുണ്ടോ? ഇതിപ്പോൾ ഇവിടെ ആണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇതിലേക്ക് എക്സ്റ്റേണലായിട്ട് നമ്മൾ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതിനെ. ജസ്റ്റ് അതൊന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കാം. ഇത് കണ്ടോ? നമുക്ക് ആ വാരിയബിളിനെ നമുക്ക് നമ്മുടെ ഈ ഫയലിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതാണ് എക്സ്റ്റേണൽ സ്റ്റോറേജ് ക്ലാസ് കൊണ്ടുള്ള ഗുണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ സ്റ്റോറേജ് ക്ലാസ്സസ്. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതൊക്കെ സി ഒക്കെ കൂടുതൽ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ, ഇതിലൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റോറേജ് ക്ലാസ്സസ് ഒക്കെ. അപ്പോൾ